ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ അഭൂതപൂർവമായ ഊർജ പ്രതിസന്ധി ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിലെ ഭിന്നതകൾ കൂടി തുറന്നു കാട്ടുകയാണ്. എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നുവെന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ സൗദിയും UAEയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഖത്തറുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഒമാനുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒപ്പക്ക് കൂട്ടായ്മയിൽ നിന്ന് തങ്ങൾ പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UAE ഏവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒപ്പക്കിലെ ദീർഘകാല അംഗമാണ് UAE. UAEയുടെ പിന്മാറ്റം സംഘടനയെ തന്നെ ദുർബലപ്പെടുത്താൻ കാരണമായേക്കും. ഭൗമരാഷ്ട്രീയം മുതൽ ഉൽപാദന കോട്ട വരെയുള്ള വിവിധ വിഷയങ്ങളിൽ ആഭ്യന്തര തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും സാധാരണയായി ഒരു ഐക്യനിര പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒപ്പക് എന്ന് പറയുന്നത്. UAE ഊർജ്ജ മന്ത്രി സുഹൈൽ മുഹമ്മദ് അൽ മസ്രൂയി റോയിട്ടേഴ്സിനോട് സംസാരിക്കവേ രാജ്യത്തിന്റെ ഊർജ്ജ തന്ത്രങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് പറഞ്ഞത്. ഒപ്പക്കിന്റെ യഥാർത്ഥ നേതാവായ സൗദി അറേബ്യയുമായി UAE ആലോചിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഈ വിഷയം മറ്റൊരു രാജ്യവുമായും ഉന്നയിച്ചിട്ടില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. ഗൾഫ് രാജ്യങ്ങൾ അടിച്ചു പിയുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇതൊരു നയപരമായ തീരുമാനമാണ്. ഉൽപാദന നിലവാരവുമായി ബന്ധപ്പെട്ട നിലവിലെയും ഭാവിയിലെയും നയങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് ഇത് നടപ്പിലാക്കിയത് എന്നാണ് UAEയുടെ ഊർജ്ജ മന്ത്രി പറഞ്ഞത്. ഇറാനിയൻ ഭീഷണികളും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കാരണം ലോകത്തെ 1/5 ക്രൂഡ് ഓയിലും ദ്രവീകൃത പ്രകൃതിവാതകവും കടന്നുപോകുന്ന ഒമാനും ഇറാനും ഇടയിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ കയറ്റുമതി ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പക് പ്ലസ് സഖ്യത്തിൽ നിന്നും UAE വിട്ടുനിൽക്കുമെന്നും കടലിടുക്കിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ നീക്കം വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തില്ല എന്നുമാണ് UAE പറയുന്നത്. ഒരുപക്ഷെ UAEയുടെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ടോ എന്നും സംശയങ്ങൾ വരുന്നുണ്ട്. UAEയുടെ ഒപ്പക് വിടാനുള്ള തീരുമാനം പ്രസിഡന്റ് ട്രംപിന് ചിലപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ചിലപ്പോൾ ഇതൊരു വിജയമായി കണ്ടുകൂടാ എന്നുമില്ല. 2018 UN പൊതുസഭാ പ്രസംഗത്തില് എണ്ണവില വർദ്ധിപ്പിച്ച് ഒപ്പക്ക് ലോകത്തെ കൊള്ളയടിക്കുകയാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കുള്ള അമേരിക്കയുടെ സൈനിക പിന്തുണയെ എണ്ണവിലയുമായിട്ട് ട്രംപ് ബന്ധിപ്പിച്ചിരുന്നു. അമേരിക്ക ഒപ്പക് അംഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ അവർ എണ്ണവില കൂട്ടി അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണ് എന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. യുദ്ധം നടന്ന സമയത്ത് നിരവധി ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാൻ മറ്റ് അറബ് രാജ്യങ്ങൾ വേണ്ടത്ര ശ്രമിക്കുന്നില്ല എന്ന് വാഷിംഗ്ടണിന്റെ പ്രധാന സഖ്യകക്ഷിയായ UAE വിമർശിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. ആ ഒരു ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം സത്യവുമാണ്. സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ UAEയുടെ സുരക്ഷയുടെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ ഇടപെട്ടോ എന്ന് സംശയമാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ. UAEയുടെ അതൃപ്തി പ്രകടമാണ്. തിങ്കളാഴ്ച നടന്ന ഗൾഫ് ഇൻഫ്ലുവൻസേഴ്സ് ഫോറത്തില് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ഇറാനിയൻ ആക്രമണങ്ങളോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണത്തെ വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ പരസ്പരം ലോജിസ്റ്റിക്കിൽ പിന്തുണ നൽകി, എന്നാൽ രാഷ്ട്രീയമായും സൈനികമായും അവരുടെ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും ദുർബലമാണ് എന്ന് ഞാൻ കരുതുന്നുവെന്നാണ്. ഗർഗാഷിന്റെ അഭിപ്രായം ഒരു പരിധിവരെ എല്ലാവരും ശരിവയ്ക്കുന്ന കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ വളരെ ദുർബലമായി തന്നെയാണ് യുദ്ധസമയത്ത് കാണപ്പെട്ടത്. അറബ് ലീഗിൽ നിന്ന് ഇത്തരമൊരു ദുർബലമായ നിലപാട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതിൽ അത്ഭുതമില്ല. എന്നാൽ ഗൾഫ് സഹകരണ കൗൺസിലിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞത്. അതായത് GCC രാജ്യങ്ങൾ കാണിച്ച ഒരു ദുർബലമായ പ്രതികരണ ശൈലിയോട് UAEക്ക് കടുത്ത എതിർപ്പുണ്ടെന്ന് വ്യക്തം. UAE പുറത്തു പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ലോകത്തിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. സംഘടനയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിലും കുറഞ്ഞ കാർബൺ പുറന്തള്ളലിലും എണ്ണ നൽകുന്ന രാജ്യം എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ UAEയെ സഹായിക്കുമെന്നാണ്. ആത്യന്തികമായി ഈ വിട്ടുപോകൽ ഉപഭോക്താക്കൾക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണമാകുമെന്നും കൂടുതൽ വിശ്വസനീയമായ ഊർജ വിതരണം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നുമാണ് UAEയുടെ വിലയിരുത്തൽ. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം.
UAE ഒപ്പക്കിൽ നിന്ന് പുറത്തു പോകുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, എണ്ണവില കുറയാനുള്ള സാധ്യത. ഒപ്പക് രാജ്യങ്ങൾ സാധാരണയായിട്ട് എണ്ണ ഉൽപാദനം നിയന്ത്രിച്ചാണ് ആഗോള വിപണിയിൽ വില പിടിച്ചു നിർത്തുന്നത്. UAE ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വരുന്നതോടെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനും വിൽക്കുവാനും സാധിക്കും. വിപണിയിൽ എണ്ണയുടെ ലഭ്യത കൂടുന്നത് വില കുറയാൻ കാരണമാകും. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. രണ്ടാമത്തെ കാരണം, ഇന്ത്യയും UAEയും തമ്മിൽ നിലവിൽ വളരെ അടുത്ത സൗഹൃദമാണ് ഉള്ളത്. ഒപ്പക്കിന്റെ കടുപ്പമേറിയ നിബന്ധനകളില്ലാതെ നേരിട്ട് ഇന്ത്യക്ക് UAEയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ഈ സാഹചര്യം വഴിയൊരുക്കും. ഇത് ഇന്ത്യയുടെ ഊർജ സുരക്ഷ വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ കാരണം, ഇന്ത്യയും UAEയും തമ്മിൽ വ്യാപാര ഇടപാടുകൾ രൂപയിൽ നടത്താൻ നേരത്തെ തന്നെ ധാരണകളുണ്ട്. ഒപ്പക്കിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് UAE മുക്തമാകുന്നതോടെ കൂടുതൽ എണ്ണ ഇടപാടുകൾ ഡോളറിന് പകരം രൂപയിൽ നടത്താൻ കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകും. ചുരുക്കത്തിൽ UAEയുടെ തീരുമാനം ഇന്ത്യക്കും ഗുണകരമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. അതുപോലെ തന്നെ ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. സൗദിയും UAEയും തമ്മിലുള്ള ഭിന്നതയാണല്ലോ ഇതോടെ മറനീക്കി പുറത്തു വന്നത്. ഗൾഫ് മേഖലയിൽ ഇത് വലിയ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കിയാൽ അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ UAEക്ക് എണ്ണ പുറത്തെത്തിക്കാൻ പ്രയാസമാകും. ഇത് ഇന്ത്യയിലേക്കുള്ള വിതരണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും എണ്ണവില കുറയുന്നതും വിതരണം കൂടുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ വേഗത നൽകും. അതുകൊണ്ട് തൽക്കാലം ഇതിനെ ഒരു ശുഭവാർത്തയായിട്ടാണ് വിദഗ്ധർ എല്ലാം തന്നെ കാണുന്നത്. UAE പെട്ടെന്ന് ഒപ്പക്ക് വിടാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുണ്ട്. സുരക്ഷാപരമായ അതൃപ്തിയാണ് അതിൽ വളരെ പ്രധാനം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്കുണ്ടായ സുരക്ഷാ ഭീഷണിയിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ വേണ്ടത്ര പിന്തുണ നൽകില്ല എന്ന് UAE വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഹൂതികളുടെയും ഇറാന്റെയും ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് രാഷ്ട്രീയമായും സൈനികമായും ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നില്ല എന്ന പരാതിയും UAEക്കുണ്ട്. എണ്ണവില കുറയാതിരിക്കാൻ ഉൽപാദനം കുറച്ചു വയ്ക്കണമെന്നാണ് ഒപ്പക്കിന്റെ നിലപാട്. എന്നാൽ UAE തങ്ങളുടെ എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒപ്പക്കിൽ തുടർന്നാൽ ഈ ശേഷി പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഒപ്പക്കിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് മാറി നിന്ന് തങ്ങളുടെ പക്കലുള്ള കുറഞ്ഞ ചിലവില് ഉൽപ്പാദിപ്പിക്കാവുന്ന എണ്ണ വിപണിയിലെത്തിച്ച് ലാഭം കൊയ്യാൻ UAE ആഗ്രഹിക്കുന്നു. ഇനി ഒപ്പക് എന്ന് പറയുന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ UAEയുടെ തീരുമാനം സ്വാധീനിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു വശം. ഒപ്പക്കിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉൽപാദക രാജ്യമാണ് UAE. UAEയുടെ പിന്മാറ്റം സംഘടനയുടെ ഐക്യത്തെ തകർക്കും. ഇത് മറ്റ് രാജ്യങ്ങൾ, ഉദാഹരണത്തിന് കുവൈറ്റ് അല്ലെങ്കിൽ ഇറാഖ് ഒക്കെ സംഘടന വിടാൻ പ്രേരിപ്പിച്ചേക്കാം. ഇനി UAE ഉൽപാദന നിയന്ത്രണമില്ലാതെ കൂടുതൽ എണ്ണ വിപണിയിലെത്തിച്ചാൽ വിതരണം വർദ്ധിക്കുകയും അത് എണ്ണവില കുറയാൻ കാരണമാവുകയും ചെയ്തേക്കാം. ഇത് ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഗുണകരമായി മാറും. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായ സൗദിയും UAEയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ തന്നെ ഇതുണ്ടാക്കും. പ്രാദേശികമായ നേതൃത്വത്തിന് വേണ്ടിയുള്ള മത്സരം ഇത് കടുപ്പിക്കുകയും ചെയ്യും. ഒപ്പക് ഇല്ലാതാവുന്നത് ഇന്ത്യയെ പോലെ തന്നെ അമേരിക്കയ്ക്കും സന്തോഷകരമായ വാർത്തയാണ്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന് വലിയ നേട്ടമാണ്. എണ്ണവിലയിൽ ഒപ്പക്കിനുള്ള നിയന്ത്രണം കുറയുന്നത് ആഗോള വിപണിയിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കാരണമാകും. ചുരുക്കത്തിൽ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട ഗൾഫ് ഐക്യത്തിൽ നിന്ന് UAE വഴിമാറി നടക്കാൻ തുടങ്ങുകയാണ് ഈ സംഭവത്തോടെ. ഇത് ഭാവിയിൽ GCC എന്ന കൂട്ടായ്മയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.